ഇമാം റാസി റളിയല്ലാഹു അൻഹു ബുദ്ധിപരമായും പ്രമാണബദ്ധമായും ഈ വാദത്തെ അടിച്ചു നിരത്തുന്നുണ്ട്. മഹാനുഭാവൻ ചോദിക്കുന്നത് കസേരയിൽ ഇരുന്നു എന്നാണോ അർത്ഥം? അങ്ങനെയാണെങ്കിൽ കസേരയെ അള്ളാഹു ആശ്രയിച്ചു എന്നല്ലേ അതിന്റെ ആശയം? അപ്പൊ അള്ളാഹു സ്വമദ്, ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ് റബ്ബ് എന്ന് പറഞ്ഞതിന് അത് വിരുദ്ധാവില്ല എന്നാണ്. കസേരയിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അങ്ങനെ ഒരു സ്പേസ് ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? ആ കസാരയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗം, ഒരു സ്പേസ് ഉണ്ട് എന്നല്ലേ? അപ്പോൾ പടച്ച റബ്ബിന് ജിഹത്ത് സ്ഥാപിക്കലായില്ലേ? അള്ളാഹുവിന്റെ ജിഹത്ത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവർ ദീനിന്ന് പുറത്താവില്ലെന്ന് ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ കസാരയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അള്ളാഹു ഒരു ജിസ്മാണെന്ന് വരൂലേ എന്നാണ്. അള്ളാഹു ജിസ്മാണെന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദല്ലേ എന്നാണ് മഹാനുഭാവന്റെ ചോദ്യം. ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വിരോധക്കാരൊക്കെ ആശ്രയിക്കുന്ന പണ്ഡിതൻ, കുറെ പണ്ഡിതന്മാർ അദ്ദേഹം മുജസ്സിമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? യൻസുലു റബ്ബുനാ തബാറക വ തആല കനുസൂലി ഹാദാ, ഞാൻ ഈ മിമ്പറിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ റബ്ബ് ഇറങ്ങി വരുന്ന അയാൾ പറഞ്ഞു. മിമ്പറിൽ നിന്ന് ഞാൻ ഇറങ്ങി വരും പോലെ ഇറങ്ങും എന്ന് പറഞ്ഞാൽ എന്നെപ്പോലൊരു ദാത്തും എന്നെപ്പോലൊരു ജിസ്മും അള്ളാഹുവിനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിന് ജിസ്മുണ്ടെന്ന് വാദിക്കുന്നവർ മുജസ്സിമീങ്ങളാകുന്നു. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളുടെ അൽ മിനലുൽ കാമിന ഫി അയാനിൽ മിഅത്തി സാമിന എന്ന് പറയുന്ന കിതാബിലുള്ള വാക്കാണ് ഞാൻ ഈ ഉദ്ധരിച്ചത്. അപ്പോൾ ബഅദുഹുൻ നസബഹു ഇലൽ തജ്സീം, കുറേ ആളുകൾ അദ്ദേഹം മുജസ്സിമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അള്ളാഹു ഇറങ്ങുക നുസൂലി ഹാദാ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന് കയ്യ്, കാല് പോലെയുള്ള അവയവങ്ങളൊക്കെ സ്ഥാപിച്ച് ഇപ്പോഴും ആ വിഷയത്തിൽ ഗംഭീരമായ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഗവേഷണാന്ത്യവും അവർ പടച്ച റബ്ബിന്റെ ഓരോ പാർട്സുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സൃഷ്ടികൾക്ക് സമാനനായ ഒരു റബ്ബിനെ അവർ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.